അപ്പോൾ ഈ അജ്ബുദ് ദനബിൻ്റെ സ്ഥിതി എന്താ? അജ്ബുദ് ദനബ് എന്ന് പറയുന്നത് എത്ര കണ്ട് തന്നെ മണ്ണ് അതിനെ തിന്നാൻ നോക്കിയാലും അമുസ്ലിങ്ങളിൽ നിന്ന് ചിലർ ചെയ്യുന്നത് പോലെ ബോഡി കത്തിച്ച് 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 എല്ലാ എല്ലുകളും കത്തിത്തീർന്നാലും ഇനി അഗ്നി കൊണ്ടല്ല കെമിക്കൽ വല്ലതും ഉപയോഗിച്ചിട്ട് ദ്രവിപ്പിക്കാൻ ശ്രമിച്ചാലും ഏത് ദ്രവിച്ച് തീരില്ല. ഈ വാലല്ല് എന്ന് പറയുന്നത് അത് നശിച്ച് തീരില്ല. നശിച്ചു തീർന്നു എന്നൊക്കെ നമ്മുടെ കണ്ണ് ഒരു പക്ഷേ പറഞ്ഞേക്കും. അത് നമ്മുടെ കഴിവുകേടാണ്, കണ്ണിൻ്റെ കഴിവുകേടാണ്. ഇപ്പോൾ നമ്മുടെ കണ്ണിന് ധാരാളം കഴിവുകേടുണ്ട് എന്നുള്ളത് നമുക്ക് ഈ മൂലകങ്ങളെ കണ്ടുപിടിക്കുന്നിടത്ത് സംഭവിച്ച താമസം തെളിവാണ്. നമ്മളെന്തായിരുന്നു കണ്ണുകൊണ്ട് നോക്കിയിട്ട് ആദ്യം പറഞ്ഞിരുന്നത് മൂലകങ്ങൾ 4 എന്നല്ലായിരുന്നു, അനാസുർ അർബഴ്. ഈ 4 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് നിന്ന് പിന്നെയും 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 കണ്ട് 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 ഇപ്പോൾ മൂലകങ്ങൾ എത്ര എത്തി നിൽക്കുന്നുണ്ട്? 118 എത്തി നിൽക്കുന്നുണ്ട്. മൂലകങ്ങൾ അനാസുർ അർബ അല്ല, മിയത്തും കടന്ന് 118. അപ്പോൾ ഈ 118 എന്നതിനെ കണ്ടെത്തുന്നതിന് മുമ്പ് 117 എന്നിടത്ത് എത്തിയ അവസരത്തിൽ പിന്നെയുള്ള 1 കാണാതെ കിടന്നു. 116 മാത്രം കണ്ടെത്തിയിടത്ത് 117ാമത്തത് കാണാതെ കിടന്നു. സാധനം ഇവിടെ ഉണ്ടായിരുന്നു, കണ്ടെത്തിയില്ല. അപ്പം 4 എന്നിടത്ത് നിന്ന് 118ലേക്ക് എത്തുന്നതിനിടയിൽ ഒരുപാട് കാണായ്മ നമുക്കൊക്കെ ഉണ്ടായി എങ്കിൽ ആ ഒരു കാണായ്മയായിരിക്കും എന്ത്? ഒരാളെ പരിപൂർണമായും കത്തിച്ചു കഴിഞ്ഞാൽ, ശവം കത്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഭാഗവും കത്തിക്കരിഞ്ഞുപോയി എന്ന് നമ്മുടെ കണ്ണ് നമ്മോട് പറയുമ്പോൾ ഇനിയും അവിടെ ഒരു പേശി അല്ലെങ്കിൽ ഒരു സെല്ല് കത്താതെ കിടക്കുന്നുണ്ട് എന്ന വസ്തുത.